Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇത് നിങ്ങൾക്കുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഈ സമയം കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു 3 വിഷസ് ഉണ്ടായിരിക്കാം അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന 3 എക്സാക്ട്ലി ഒരു 3 വിഷസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. ഓർ എന്താണോ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾ അത്ര ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ചില ആഗ്രഹങ്ങളുണ്ട് അല്ലെ. സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില മെസ്സേജസ് ഉണ്ട്, കളക്റ്റീവ് മെസ്സേജ്. ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി. കാരണം ചില വളരെ സന്തോഷമായിട്ടുള്ള ചില വാർത്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ ഫ്രീഡവും നിങ്ങൾക്ക് കൊടുക്കുക. കാരണം ചില ആളുകൾ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരു ഫൈനൽ ഫോമിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ഒരു പ്രോസ്പെരിറ്റിയിലേക്ക്. എസ്പെഷ്യലി നിങ്ങളുടെ ജോബോ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു വലിയൊരു പ്രയോറിറ്റിയാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ ഫിക്സ് ചെയ്യാനോ കണക്ട് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ഒരു പ്രോസ്പെരിറ്റിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ വാക്കിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഫീലിംഗ്സിൽ നിങ്ങൾ അത് കൂടുതൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു അബൻഡൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കണം ഈ ഒരു സമയത്ത്. കാരണം ചില കാര്യങ്ങൾ ആ ഒരു റൈറ്റ് പാത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടുത്തേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്, അല്ലെങ്കിൽ അത് അപ്രൂവ്ഡ് ആയിട്ടുള്ള നമ്മുടെ ചില ആഗ്രഹങ്ങള് നമ്മുടെ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഡിവൈൻ വഴി അത് അപ്രൂവ്ഡ് ആവുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഡിവൈൻ ആയിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ടായിരിക്കണം. വിച്ച് മീൻസ് നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി ഡിവൈൻ നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ കണക്ട് ആവുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള സൈൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. അത് കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നതോ കേൾക്കുന്നതോ ആയിരിക്കാം. സോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന്റെ ഒരു വലിയൊരു അബൻഡൻസ് ആണ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു സമൃദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർഡ് ആണ് നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി എന്താ വേണ്ടത് എന്നുള്ളത് അല്ലെ. അത് ചില ആളുകൾക്ക് ചില വ്യക്തികളായിരിക്കാം, റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ള ഒരു കൺഫർമേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ അതിലൊരു കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവില്ല. സോ വിച്ച് മീൻസ് നിങ്ങൾ വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് എന്നുള്ളത്. സോ ചില ആളുകൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു കൺഫർമേഷനും അതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് അതേസമയം നിങ്ങൾ എന്തിലാണ് ഈ ഒരു സമയം ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ആക്ഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു സമയത്ത് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് നിന്ന് കൂടുതൽ കൺഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ വരുന്ന സമയത്ത് ഒരു സമയത്ത് നിങ്ങൾ ഓക്കെ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, എക്സാക്ട്ലി ഇത് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന സമയത്ത്, അതേസമയം കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സിൽ ഒരു ഡിലേ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് വളരെ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അതിനുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഒരു ആഗ്രഹത്തിലേക്കുള്ള ഒരു ഫൈനൽ പാത്തിലേക്കാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫൈനൽ റൗണ്ടിൽ കൂടിയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എന്ത് വേണമെന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾ അവിടെ വളരെ നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ ആഗ്രഹമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു കാര്യമായിരിക്കാം ആഗ്രഹിച്ചു നിൽക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കേണ്ട വേറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസിലേക്ക് നമുക്ക് പോവാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ലൈഫ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കണം. അത് ലൈഫ് എക്സ്പീരിയൻസിലൂടെ ആയിരിക്കാം, ചെറിയ ചെറിയ ബ്ലെസ്സിങ്ങിലൂടെ ആയിരിക്കാം. അത് നിങ്ങളെ കൂടുതൽ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കോ സിറ്റുവേഷനിലേക്കോ കണക്ട് ചെയ്യാൻ
നിങ്ങളും ചില രീതിയിൽ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന വരെ അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ മിസ്സായി പോകുന്നുണ്ടായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് അതിന്റെ ഭാഗമായിട്ട് ലൈഫിൽ തരുന്ന ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് അത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ ഈ ഒരു സമയത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആയിരിക്കാം. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് നല്ല മാറ്റങ്ങളായിരിക്കാം. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ ലൈഫിൽ വന്നു പോകേണ്ട ആളുകളായിരിക്കാം. മേ ബി നിങ്ങളൊരു റൈറ്റ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ പ്രോബബ്ലി നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഒരു റോങ് പേഴ്സണിലായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് അവെയർ ആയിരിക്കാം. നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആയിരിക്കാം. ആൻഡ് ഇതേ കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജോബിലും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഒരു ജോലിയും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളാണ്, പക്ഷെ നിങ്ങൾക്കൊരു എയിം ഉണ്ട്, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, നിങ്ങൾക്കൊരു ഡ്രീം പ്ലേസ് ഉണ്ട്, ഫൈനാൻഷ്യലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്ന ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റി ഒന്നും നിങ്ങൾ അതൊക്കെ ഇഗ്നോർ ചെയ്ത് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ആദ്യം നിങ്ങൾ ആ ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങൾ കണക്ട് ചെയ്യുക. ഈ ഒരു സമയത്ത് എന്താണോ ലൈഫ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അതിലേക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുക. ആൻഡ് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള, നിങ്ങളുടെ ആ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലേക്കും അല്ലെങ്കിൽ ആ ഒരു എയിമിലേക്കും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പാത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള സ്റ്റെപ്പും നിങ്ങൾ കണക്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമുക്കൊരു വലിയൊരു പീക്കിലേക്ക് പോകണം, വലിയൊരു മലയിലേക്ക് പോകണം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒറ്റയടിക്ക് എല്ലാ സ്റ്റെപ്പും ഇഗ്നോർ ചെയ്തിട്ട് ഒറ്റ കാല് വെച്ചിട്ട് അവിടെ കയറി പോകാൻ പറ്റില്ല അല്ലെ. ഓരോ സ്റ്റെപ്പിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ, നിങ്ങളുടെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ ഓരോരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ചലഞ്ച്, അതൊക്കെ അതിലേക്കുള്ളൊരു പാത്തായിട്ട്, അതിലേക്കുള്ളൊരു വഴിയായിട്ട്, അതിലേക്കുള്ളൊരു പ്രോസസ് ആയിട്ടാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്താണോ അത്ര പ്രയോറിറ്റി നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുന്നത്, അത്ര ഒരു വലിയൊരു ആഗ്രഹം നിങ്ങൾ കൊടുക്കുന്നത്, അത് നിങ്ങൾക്ക് എല്ലാ പ്ലേസിലും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നു, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നിങ്ങളെ ഏഞ്ചൽ നമ്പറോ അല്ലെങ്കിൽ ആയിട്ട് അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും നോക്കാതെ കാണാതെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അതിന്റെ ഒരു വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പ്രോസസ് അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ യു ഹാവ് ടു കൺഫേം, നിങ്ങൾ അത് കൺഫേം ചെയ്യണം. ആ ഒരു പാത്തിലേക്ക് എത്താൻ നിങ്ങളെ എന്താണോ ഈ ഒരു സമയം ലൈഫ് ലീഡ് ചെയ്യുന്നത് ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്യണം. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവിടെയാണല്ലോ, പക്ഷെ എന്നെ ഈ വഴിയിൽ കൂടിയാണല്ലോ കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അതിലേ പോയി അവിടുന്ന് ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, അതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഡൗട്ട് ചെയ്യരുത്. ലൈഫ് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ ലീഡ് ചെയ്യുന്നത്, നിങ്ങൾ അതിലേക്കൂടെ നിങ്ങൾ പോവുക. ഈ ഒരു സമയത്ത് ഒരുപാട് ഇമോഷണലി നിങ്ങൾ കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഒരു പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആൻഡ് സി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷമായിട്ടുള്ള ചില സന്ദേശം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മെസ്സേജ്, ആരുടെങ്കിലൊക്കെ മെസ്സേജ് ആയിരിക്കാം, ആരെങ്കിലും നിങ്ങൾക്ക് സർപ്രൈസ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവന്റിന് അല്ലെങ്കിൽ ആരുടെങ്കിലും സ്പെഷ്യൽ ഇവന്റിന് നിങ്ങൾക്ക് ഭാഗമാവാനും സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ബർത്ത്ഡേ ഓർ എന്തെങ്കിലും ഇവന്റ് ആയിരിക്കാം. സോ അതുപോലത്തെ ചില സിറ്റുവേഷൻസ്, അതുപോലത്തെ ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്, റീകണക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി നിങ്ങളുടെ ഒരു 3 ആഗ്രഹങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അത്രൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആയിരിക്കാം. ഓക്കെ, എൻഗേജ്ഡ് ആയിരിക്കാം ആ ഒരു കാര്യത്തിൽ. പക്ഷെ ചില കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ലൈഫിൽ അട്രാക്ട് ചെയ്യണം എന്നുള്ള ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം ഇതുവരെ. ഈവൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന സൈൻ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാം. റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത് അതൊന്നൊരു ലാക്നെസ് അല്ല നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഇൻസ്റ്റീഡ് നിങ്ങൾ കൺഫേം ചെയ്യാം. ഓക്കെ, ഞാൻ ഇതുപോലത്തെ ഒരു കാര്യമാണ് ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത്, അതിലേക്കുള്ള പാത്ത് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് പറയാം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രോസസ്സ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ പറയാം നിങ്ങൾ ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോൺവെർസേഷൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകളുടെ എൻട്രി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യാത്ര റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പോവാനോ എത്താനോ കാണാനോ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സ്പിരിച്വൽ
എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ ലൈഫിൽ ആഗ്രഹിക്കുന്നത്, അത് ഒന്നോ അല്ലെങ്കിൽ ഈ ഒരു 3 കാര്യങ്ങളോ, അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്പിരിച്വൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനോട് തോന്നുന്ന ഒരു ക്രേവ് അല്ലെങ്കിൽ ഒരു ഗ്രീഡി ആയിട്ടുള്ള മൈൻഡ് ആയിരിക്കാം ചില ആളുകൾക്ക്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതൊരു വാശിയായിരിക്കാം, അല്ലെങ്കിൽ വളരെ സ്റ്റബേൺ ആയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾ ഈ ഒരു പ്രോസസ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ഈഗോ മെൽറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്റെ അടുത്തെത്തുന്ന സമയത്ത് നിങ്ങൾ അതൊരു വേറൊരു ലെവലിലാണ് നിങ്ങളത് സ്പിരിച്വലി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, കാരണം നിങ്ങളുടെ ഈഗോ ഒരുപാട് മെൽറ്റ് ആവുന്നുണ്ട്. സമയത്ത് നിങ്ങൾ അത് എന്തിനാണ് ആഗ്രഹിച്ചതെങ്കിൽ പോലും അതിന്റെ ഒരു അടുത്തെത്തുന്ന സമയത്ത് അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലും അല്ലെങ്കിൽ അതിന്റെ ഒരു പേർപ്പസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ റൈറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയും എന്തിനാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വേണ്ടത് ആൻഡ് അതിന് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില വിഷ് ഫുൾഫിൽമെന്റ് ഉണ്ടാവുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 2-3 വിഷസ് നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, അത് ലൈഫിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്തേക്ക് നിങ്ങളൊരു പുതിയൊരു പേഴ്സൺ ആവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു അമ്മയാവാൻ പ്രിപ്പയർഡ് ആവുന്നത് പോലെ. സോ ആ ഒരു പ്രോസസ്സിൽ, ആ ഒരു പ്രഗ്നൻസി പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസിലൂടെ ആയിരിക്കാം അമ്മ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കുട്ടി കൈ കിട്ടുന്ന സമയത്ത് അമ്മമാരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ഒരുപാട് ക്ഷമ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ അവർ ആ ഒരു ജേർണിയില് സെൽഫ് ആയിട്ടുള്ള ചേഞ്ചസിലൂടെ പോയിട്ടുണ്ടായിരിക്കണം അല്ലെ. എക്സാക്ട്ലി നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ചില ആളുകൾ പഠിക്കുന്നത് ചില കാര്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കുറെ കൂടെ എക്സ്പേർട്ട് ആവുന്നുണ്ട് ലൈഫിൽ. പല കാര്യങ്ങളും നിങ്ങൾ കണക്ട് ചെയ്ത് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, സ്പെഷ്യലി നിങ്ങളുടെ ഒരു 3 വിഷസ്, അത് സ്പെഷ്യലി നിങ്ങളുടെ ഒരു 3 വിഷസ്. യു ലൈക്ക് ദിസ് വീഡിയോ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ് ടേക്ക് കെയർ.